എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. ഇന്ന് എൻ്റെ കൃഷിത്തോട്ടത്തിലെ പുതിന കൃഷിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പുതിന എങ്ങനെയാണ് നടേണ്ടതെന്നുള്ളതും അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രോ ബാഗ് പ്രിപ്പയർ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. 10 മഗ് മണ്ണെടുക്കുകയാണെങ്കിൽ ഒരു ഗ്രോ ബാഗിന് 3 മഗ് ഇത് ചകിരിച്ചോറ്, 2 മഗ് കോഴിവളം അല്ലെങ്കിൽ ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കരിയില ഏറ്റവും അടിയിലിടണം ഗ്രോ ബാഗിൻ്റെ. എന്നിട്ട് ഈ മണ്ണ് മിശ്രിതം അതിൽ വെച്ചിട്ട് നമ്മുടെ ഈ പുതിന, ഇതാ ഇപ്പോൾ കാണുന്ന ഈ പുതിന ഞാൻ ഇവിടെ സൺഷെയ്ഡിലാണ്, ടെറസിലാണ് ഞാൻ നട്ടിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ഡയറക്റ്റ് വെയിൽ വേണ്ട, അതുകൊണ്ടാണ് ഞാനതിന് ദാണ്ട പുതിന ഈ ചട്ടിയിലാണ് ഞാൻ നട്ടിരിക്കുന്നത്, ഗ്രോ ബാഗിലല്ല. ഇത് നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. ഇത് ഞാൻ ഈയിടെ റീപ്ലാന്റ് ചെയ്തതാണ്. അതുമാത്രമല്ല ഇവിടെ ഇതും ടെറസ് മുഴുവൻ ഇതാണ്, പുതിനയാണ് കേട്ടോ. അപ്പം ഇത് കാണാൻ ഒത്തിരി ഭംഗിയാണ്. ഇത് നല്ല സ്മെല്ലുമാണ്. ഇതിൻ്റെ സ്മെല്ല് നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കണ്ട. ഈ തണ്ട് നമ്മൾ നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ടിൻ്റെ ഇത്രയും ഭാഗം വെച്ചങ്ങ് മുറിച്ചിട്ട് ഇത്രയും ഭാഗം വെച്ചങ്ങ് മുറിക്കണം. മുറിച്ച് കഴിഞ്ഞിട്ട് ഈ 2-3 ഇലകൾ, വലിയ ഇലകൾ മാറ്റിയിട്ട് അത് ചട്ടിയിലോട്ട് ചരിച്ച് വെക്കണം. ചരിച്ച് ഇവിടെ ഇങ്ങനെ എക്സാമ്പിള് ഇതിലാണെങ്കിൽ ഈ കാണാൻ വയ്യ, ചരിച്ച് കിടത്തണം. ഇതിൻ്റെ ഈ തലഭാഗം അങ്ങ് ചട്ടിക്കകത്ത് വരരുത്, അത് പുറത്ത് വയ്ക്കണം. അതുപോലെ ചെയ്തിട്ട് തണലത്ത് വെച്ച് വളർത്തുക. ഇതിപ്പം ഇവിടെ സൺഷെയ്ഡിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഡയറക്റ്റ് വെയിലടിക്കത്തില്ല കണ്ടോ. ഇത് കണ്ടോ പുതിന, നല്ല രസമാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കൃഷിയാണിത്. ഇതിന് വൈറ്റമിൻ എ, ബി, സി എല്ലാ വൈറ്റമിൻസും ഉണ്ട്, കാൽസ്യം ഉണ്ട്, പ്രോട്ടീനുണ്ട്, എല്ലാം ഉള്ളതാണ് കണ്ടോ. കാണാൻ ഭംഗിയാണ്. ടെറസിൽ ഇങ്ങനെ ഞാൻ തൂക്കിയിട്ടിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഞാൻ തൂക്കിയിടാറുണ്ട്. നല്ല താഴോട്ടിങ്ങനെ വീണ് കിടക്കും നല്ല. പിന്നെ ഇത് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ പറ്റും ഈ പുതിന കൊണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരിക്കൽ ഡൽഹിയിൽ പണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ബോംബെ ഫ്ലൈറ്റിന് പോയിട്ട് അവിടുന്ന് പിന്നെ പിറ്റേ ദിവസം എത്രയോ മണിക്കൂർ നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു വീട്ടിൽ തങ്ങേണ്ടി വന്നു. അപ്പം ബോംബെയിലുള്ള ഒരു കൂട്ടരുടെ തമിഴ് ആൾക്കാരായിരുന്നു. അപ്പം അവരുടെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോയത്. അപ്പം ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അവർ തന്നത് ഈ പുതിന ചട്നിയായിരുന്നു. ഒരു 10-30 വർഷമായി എങ്കിൽ പോലും അതിൻ്റെ ആ ടേസ്റ്റ് എൻ്റെ വായിൽ നിന്ന് ഇതുവരെയും മാറിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എപ്പോഴും ഇതുപോലെ ഇതുണ്ടാക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം ഞാൻ ചോദിച്ചു അവരോട് റെസിപ്പി എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് പാത്രം വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പം നമ്മൾ ഇത്തിരി കടുകിട്ട്, പിന്നെ നമ്മുടെ കടലപ്പരിപ്പില്ലേ, കടലപ്പരിപ്പ് ശകല ഇട്ട് അത് വറുത്തിട്ട്, പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി നല്ലപോലെ എടുത്തു കഴിഞ്ഞ് അതിനെ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് ചെറിയ ഒരു ബ്രൗൺ കളറാകുമ്പോൾ, ബ്രൗൺ ആണ്ട് ഒരു ഇച്ചിരി ഇതാകുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലടിച്ച് അത് കഴിഞ്ഞിട്ട് അതിനെ 2 സ്പൂൺ തൈര് അതിനകത്ത് ചേർക്കാം. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി പുളി ഇടുന്നത് നല്ലതാണ്. ശകലം പുളിയില്ലേ, നമ്മുടെ പിഴിയുന്ന പുളി, സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്നത് ആ പുളി നമുക്ക് ഒരിച്ചിരി എടുത്ത് അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു പുളിയും കാണും, ചമ്മന്തി നല്ല ടേസ്റ്റായിരിക്കും. അതും അതിൻ്റെ അകത്ത് തൈരും കൂടെ വന്നപ്പോൾ അതൊരുമാതിരി വെളുത്ത് പച്ചയും അല്ല, ഡാർക്ക് പച്ചയും അല്ല, എന്നാൽ നല്ലൊരു കളറായിരുന്നു.
അതിൻ്റെ ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതും ചട്നിയും ഇത് ചട്നിയും ഇത് നമ്മുടെ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി നല്ല ചട്നിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ അതുപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടേസ്റ്റ്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി 10-50 രൂപ കൊടുത്തൊരു നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട്. ആ നാരങ്ങ വെള്ളത്തിൽ നമ്മൾ 50 രൂപയും കൊടുത്ത് വീട്ടിലുണ്ടാക്കുന്നതിന് പകരം നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ അവിടെ പോയി കുടിക്കുക. അത് ടേസ്റ്റാണ് ഭയങ്കര. പക്ഷേ അതിനകത്ത് ഇവർ പിന്നെ പഞ്ചസാരയും ഈ പൊതിനയൊക്കെ അങ്ങ് ചേർത്ത് കഴിയുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലെന്ന്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന ശകല ഇഞ്ചി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് സാമ്പാറിലൊക്കെ പുതിന ഇടാം. പിന്നെ സാമ്പാർ പുതിന പിന്നെ നമുക്ക് വെള്ളം അല്ലാതെ വയറ്റുവേദനയ്ക്കൊക്കെ നല്ല പീരിയഡ്സിൻ്റെയൊക്കെ വയറ്റുവേദനയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കുറേ ഇലയെടുത്ത് ചതച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 3-4 ദിവസം കഴിക്കുകയാണെങ്കിൽ വയറ്റുവേദനയ്ക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ശരീരത്തിന് ഡൈജഷന് എല്ലാത്തിനും നല്ലതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ പുതിന കൃഷി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരണം. എനിക്ക് അത്രയ്ക്ക് ഞാൻ സ്മാർട്ടൊന്നുമല്ല ഈ വീഡിയോസൊക്കെ പിടിക്കാനായിട്ട് പാടുപെട്ടാണ് പിടിക്കുന്നത്. എന്തായാലും ഓരോ ദിവസം ചെയ്യും തോറും അത് നന്നായിട്ടൊക്കെ വരും. കണ്ട പുതിന കണ്ട എത്ര ഫ്രഷായിട്ട് നിൽക്കുന്നത്. രാവിലെ അതിന് ഡയറക്റ്റ് വെള്ളം വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഡയറക്റ്റ് വെള്ളം വീണാൽ അത് ചീഞ്ഞു പോകും. പിന്നെ അത് വളർത്തിയെടുക്കാനായിട്ട് ഒത്തിരി പാടാണ്. ഇത് വളർത്താനും ഭയങ്കര എളുപ്പമാണ്. സൺഷെയ്ഡിലോ മഴ കൊള്ളാത്തടുത്തോ പിന്നെ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ കോഴികൾ ഭയങ്കര ബഹളമാണ്. ഞാൻ ഓർത്തില്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. ഭയങ്കര അലമ്പ് പിടിച്ച നമ്മുടെ കോഴികളാണ്. ഇവരെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ പിന്നെ അയക്കുന്നുണ്ട്. കരിങ്കോഴികളും നാടൻ കോഴികളും പൂവനും ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ഞാൻ ചെയ്യാം. ഇവരുടെ ബഹളം കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ച് എന്തായാലും ഇത് ചെയ്യാൻ പറ്റി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. വീണ്ടും വീഡിയോസ് എനിക്കുള്ള കൃഷികളെല്ലാം ഞാൻ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം എല്ലാ ദിവസവും. അപ്പം നന്ദി, നമസ്കാരം, ബായ്.